അസ്സാം വലൈക്കും. സുഹൈർ അലി നടത്തുന്ന ഈ ഒരു ഖുറാൻ ആൻഡ് സയൻസിൻ്റെ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ സുഹൈറിനോട് താങ്ക്സ് പറയാണ്. അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമേ അഭിവാദ്യങ്ങൾ. പഠിക്കുക അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതേസമയം അന്ന് രാത്രി ഇപ്പോൾ ഫിഫൻ്റെ ഫുട്ബോളൊക്കെ നടക്കാൻ പോവാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ആളുകൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇവിടെ 200ഓളം ആളുകൾ ഈ മീറ്റിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ നോക്കിയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഏഹ്, സുഹൈർ തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. ഈ ഇസ്ലാമിയ കോളേജിൽ പഠിച്ചതിന് ശേഷം ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപൃതനായി AI-ൻ്റെ ക്ലാസ്സുകളൊക്കെ എടുത്ത് AI ഉപയോഗിച്ച് എങ്ങനെ ഈ ഒരു പഠനാനുഭവം കൂടുതൽ വൈവിധ്യപൂർണ്ണമാക്കാം, അത് കൂടുതൽ ഒരു ഇൻറ്ററാക്റ്റീവ് ആക്കാം എന്നുള്ളതിനൊക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന എഫേർട്ട് ഇതിലുള്ള ഓരോ ആളുകൾക്കും മാതൃകാപരമാണ്. എനിക്കും അദ്ദേഹത്തിനെ കാണുമ്പോൾ പല സമയത്തും മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ തോന്നാറുണ്ട് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഒരു ക്വിസിന്റെ കോമ്പറ്റീഷനിൽ വെച്ച്. അത് ഏകദേശം എത്ര വർഷം മുന്നായിരിക്കും ഓർമ്മയുണ്ടോ? അതൊരു 10-15 വർഷമായി ഉണ്ടാവില്ലേ? 15ഒന്നുമല്ല, Right up. 20 വർഷമായി രണ്ടായിരത്തി ഉണ്ടാവും. എട്ടിന്റെ മുൻപാണ്. അപ്പോൾ 20 വർഷമായി ഉണ്ടാവും. 20 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഖുറാൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അന്ന് ആ ടി വി റച്ചിമാനായിരുന്നു ഫസ്റ്റ്. സെക്കൻഡ് എനിക്ക് സെക്കൻഡ് സുഹൈറിനും ഒക്കെ ആയിരുന്നു. തേർഡ് ഞാനും ആയിരുന്നു എന്നുള്ളതാണ് ആ. എൻ്റെ ഒരു ഓർമ്മ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് 20 വർഷത്തോളം ഉള്ള ഒരു സൗഹൃദത്തിന്റെ കഥ കൂടി ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ മുക്കത്തിൻ്റെ അടുത്ത് ചെറുവാടി ആണ് എൻ്റെ സ്വദേശം. ഞാൻ നാട്ടിലായിരുന്നു പഠിച്ചതൊക്കെ. ഡിഗ്രി വരെ നാട്ടിലാണ്. ഡിഗ്രി മണാശ്ശേരി MAMO കോളേജിൽ നിന്നാണ്. ഫിസിക്സിലായിരുന്നു. BSc ഫിസിക്സ് ആയിരുന്നു. അതിനുശേഷം PG ചെയ്യാൻ വേണ്ടി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ നിന്ന് MPhilന് വേണ്ടി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, PhDയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കഴിഞ്ഞത്. പിന്നീട് 3 വർഷം ചെന്നൈയിലെ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സദക്കത്തുള്ള അപ്പ കോളേജിൽ ഫിസിക്സിലൊരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് എന്നെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ബാക്കി PhD ഏതായിരുന്നു സബ്ജക്ട്? PhD സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലാണ് എൻ്റെ ഓക്കെ PhD ഓക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ സെഷന് ഒന്ന് ഇന്ററാക്റ്റീവ് സെഷൻ ആണല്ലോ. ആ, ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വൺ വേ പ്രസന്റേഷൻ ആകുമ്പോൾ കുറെ കഴിയുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ മടുത്തു മടുപ്പ് തുടങ്ങും. വരും. അപ്പൊ ഉം. നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയി പോകാൻ തോന്നുന്നു അല്ലേ അസീല്? നമ്മൾക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. ഓക്കെ ഓക്കെ. അപ്പൊ മിറക്കിൾ ഞാൻ ഓഫ് ലൈറ്റ് എന്നുള്ളതാണ് അന്നത്തെ ഒരു ടോപ്പിക്. നമ്മളത് അതിന്റെ ഒരു ഖുറാനിക് ഇൻസൈറ്റ്സ് കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ശാസ്ത്രത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അത് ഇന്ന് കവർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഇന്ന് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതിന് പറയുന്നതിന് മുമ്പ്, എന്താണ് പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ ഓരോരുത്തർക്കും ഓരോ ധാരണ ഉണ്ടാവും അല്ലേ? അതിനെ ഫിസിക്സിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച സാധ്യമാക്കുന്ന ഒരു തരം വിദ്യുത് കാന്തിക തരംഗമാണ് പ്രകാശം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗതയേറിയ ഊർജ്ജ രൂപങ്ങളിൽ ഒന്നാണെന്നൊക്കെ പറയും. അതിലേക്കൊക്കെ ഞാൻ വരാം. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രകാശം? ചാറ്റ് ചെയ്തോളൂ. നമ്മൾ ഫുൾ ഓൺ ആയിരിക്കണം. ചാറ്റ് ബോക്സ് ഓൺ ആണ്. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആരും വെറുതെ ഇരിക്കണ്ട. യെസ്, ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇരുട്ടില്ലാത്ത ഇരുട്ടില്ലാത്ത അവസ്ഥ. അവസ്ഥ എന്ന് പറയുന്നുണ്ട്. ഇത് ഫുള്ളി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പഠിക്കുകയാണ് കേട്ടോ. അല്ലേ അസീലേ? ആ, ഇതൊരു അതെ അതെ ഒരു അതെ. വൺ വേ അല്ല. നമ്മള് ഇത് മാത്രമല്ല, ഇതിൽ കുറെ സാധാരണക്കാരായ ആളുകളുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വെറും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നും കൂടി അറിഞ്ഞാലേ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന പ്രതിഭാസം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഇരുട്ടിനെ നിങ്ങള് ഇല്ലാതാക്കുന്ന പ്രതിഭാസം വെളിച്ചം. വെളിച്ചം, മാഷാ അല്ലാ. വസ്തുക്കളെ കാണിച്ചു തരുന്നത്. എനർജി ഫ്ലോ ഓഫ് ആറ്റംസ്. മറ്റുള്ളതിനെ കാണാൻ സഹായിക്കുന്നത്. ഇരുട്ടിനെ നമ്മൾക്കും കാണാൻ പറ്റൂലേ? മറ്റുള്ളതിനെ കാണാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾക്ക് സ്വയം കാണാൻ പ്രകാശത്തെ നമ്മൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ മനസ്സിലാക്കുന്നത്, പ്രകാശം എന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്നതും മറ്റുള്ളവയെ കാണാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ഊർജ്ജ രൂപമാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു ഏത് കാര്യത്തിൽ അവർക്ക് പൊതുവെ അത്ഭുതം തോന്നുന്നറിയോ?
അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അവർക്ക് സാധാരണ ഒരു അത്ഭുതം തോന്നാറുള്ളൂ. ഇപ്പോൾ ഈ പത്രക്കാരൊക്കെ പറയലുണ്ട്, മനുഷ്യനെ പട്ടി കടിച്ചാൽ അത് വാർത്തയല്ല, പക്ഷെ പട്ടിയെ ഒരു മനുഷ്യൻ പോയി കടിച്ചാൽ അത് വാർത്തയാവും. അതിലൊരു അസാധാരണ അല്ല, ഒരു അത്ഭുതം നമ്മൾക്ക് തോന്നും. അതേസമയം നമ്മൾ എന്നും കാണുന്ന ഒരു സാധനമാണ് പ്രകാശം. ഈ പ്രകാശത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതേസമയം ജീനിയസ് ആയിട്ടുള്ള ആളുകൾ, ശാസ്ത്രജ്ഞരായിട്ടുള്ള ആളുകൾ, അവർ അത്ഭുതപ്പെടാറുള്ളത് ഈ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് സാധാരണ നിത്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ശാസ്ത്രജ്ഞരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അത്ഭുതപ്പെടാറുള്ളത്. ഈ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും അതിൽ നമ്മൾക്കൊരു അത്ഭുതം കാണാൻ പറ്റാറില്ല. അല്ലെങ്കിൽ ചന്ദ്രൻ എല്ലാ ദിവസവും രാത്രി നമ്മൾക്ക് പ്രകാശം നൽകുന്നുണ്ട്, നിലാവ് നൽകുന്നുണ്ട്, അതിൽ നമ്മൾക്കൊരു അത്ഭുതം കണ്ടെത്താൻ സാധിക്കാറില്ല. നക്ഷത്രങ്ങളെ നമ്മൾ നോക്കാറ് പോലില്ല, ഏതൊക്കെ നക്ഷത്രം അവിടെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ പൊതുവെ അതിനെക്കുറിച്ച് കാണാറ് പോലുമില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടേണ്ടത് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന അസാധാരണമായ കാര്യങ്ങളിലല്ല, സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളിൽ. അപ്പോഴാണ് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഒരു വലുപ്പത്തെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചും അള്ളാഹു ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ഒരു മനോഹാരിതയെക്കുറിച്ചുമൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അള്ളാഹു അതിനെ ഖുർആനിൽ കുറിച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് സംഭവം പറയാലോ. സുഹൃത്ത് പറയാം പറയാം. ആലിംറാനില് ഇന്നഫി ഹൽക്കിസമാവാത്തി വല്ലർലി വക്തില്ല ഫില്ലേലി വന്നഹാർ എന്ന് പറയുന്നുണ്ട്. ഉം, ഇവിടെ ആദ്യം പറയുന്ന രണ്ട് കാര്യമാണ് എന്ത് ചെയ്യുന്നത്, എടുത്തു പറയുന്നത്. ഒന്ന് പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച്. അതൊരു നമുക്ക് നോർമലി നമുക്ക് അത്രയും ഡീപ്പായിട്ട് പോകുന്നവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പ്രപഞ്ചോൽപത്തി, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനെ തൊട്ടുടനെ പറഞ്ഞത് ദിനം കണ്ടുകൊണ്ടിരിക്കുന്ന വക്തില ഫില്ലേലി വന്നഹാർ, രാവുമ്പോൾ അവർ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞത് സാധാരണ അസാധാരണത്തില് രണ്ട് പ്രോസസ്സ് ഖുറാൻ രണ്ടും ചേർത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഉം, ശരിയല്ലേ? ഉം, ഉം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ നമ്മൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിയാതെ പറഞ്ഞു വന്ന ആയത്ത് തന്നെ പറഞ്ഞതുപോലെ സുബ്ഹാൻ അല്ലാഹ് എന്നുള്ള പിന്നീട് പറയുന്നത് പോലെ, നിന്ന് ഇരുന്നും കിടന്നും ഒക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവർ അറിയാതെ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു പോകുന്ന ഒരു എന്താ പറയുക, ആ ഒരു അത്ഭുതം തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസാണ് ആ സുബ്ഹാൻ അല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധൻ എന്നുള്ളത്. അപ്പം അത് നമ്മൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വളരെ സാധാരണമായ കാര്യമാണ് നമ്മൾ കരുതുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഒരു കഥയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ കഥക്കും ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആമുഖം ഉണ്ടാവുമല്ലോ. ആ ആമുഖം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ഒരു ചരിത്രത്തിൻ്റെ തുടക്കമാണ്. ഇത് തുടങ്ങുന്നത്, രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ ഈ പ്രകാശത്തെക്കുറിച്ചുള്ള ചരിത്രം തുടങ്ങുന്നത് യൂക്ലിഡിൻ്റെ ഒപ്റ്റിക്സിൽ നിന്നാണ്. അപ്പം അദ്ദേഹം 300 BC, 2000 വർഷങ്ങൾ, 2300 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നത്, നമ്മളൊരു വസ്തുവിനെ കാണുന്നത് നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു പ്രകാശരശ്മി അതിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണെന്നുള്ളതാണ് യൂക്ലിഡ് പറയുന്നത്. അതായത് ഒരുപാട് വെളിച്ചം ഇങ്ങോട്ടല്ല വരുന്നത്, ഇവിടെ അങ്ങോട്ട് പോകുന്നു. ഇതായിരുന്നു ആദ്യത്തെ തിയറി. യെസ്, യെസ്. യൂക്ലിഡിന്റെ ഗ്രീക്ക് തത്വചിന്തകന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തിയറി ഇതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള നമ്മൾക്ക് ഇന്നൊരു പക്ഷെ അത്ഭുതപ്പെടാം. ആ, അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ശാസ്ത്രജ്ഞന്റെ ചരിത്രവുമായിട്ട് അല്ലെങ്കിൽ കഥയുമായിട്ട് കൂടി ബന്ധമുണ്ട്. അപ്പൊ ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഗ്രീക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ 2300 വർഷങ്ങൾക്ക് മുമ്പ്, BC 300-ലാണ് ആ തിയറി വരുന്നത്. 1300 1350 വർഷം ആ ഒരു തിയറി ചോദ്യം ചെയ്യപ്പെടാതെ നിന്നു. എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്നുള്ളതിന് ഉത്തരം ഇബ്നുൽ ഹൈത്തമിന്റെ കഥയിലുണ്ട്. ഇബ്നുൽ ഹൈത്തമിനെ കുറിച്ച് മറ്റൊരു സെഷൻ തന്നെ വിശദമായിട്ട് ഉണ്ടാകുന്നുള്ളതാണ് സുഹൈർ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇബ്നുൽ ഹൈത്തം ജനിക്കുന്നത് ഇബ്നുൽ ഹൈത്തം ജനിക്കുന്നത് ബസറയിലാണ്. അദ്ദേഹം പഠിച്ചതും വളർന്നതും ഒക്കെ ബസറയിലാണ്, ഇറാഖിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ ഫിസിക്സിലും ഒക്കെ ഉള്ള കഴിവ് കാരണം അദ്ദേഹം അന്നേ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കീർത്തി ഈജിപ്തിലെത്തി. അന്ന് ഈജിപ്ത് ഭരിക്കുന്നത് ഫാത്തിമിയ രാജവംശത്തിൽപ്പെട്ട ഹാക്കിമാണ്.
നമ്മൾ ചരിത്രത്തിലൊക്കെ ഭ്രാന്തനായ ഹാക്കിം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭ്രാന്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളുടെ ഒരു രീതിയൊക്കെ പറയാറുള്ളത്, അദ്ദേഹം ഒരിക്കൽ ഉറങ്ങുന്ന സമയത്ത് രാത്രി നായ കുറച്ചിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു കൈറോ നഗരത്തിലുള്ള എല്ലാ നായ്ക്കളെയും കൊന്നു കളയണമെന്ന് ഉത്തരവിട്ടു. പിന്നെ അദ്ദേഹം സ്ത്രീകൾക്ക് ഒരു ചെരുപ്പിട്ടോ നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വിചിത്രമായിട്ടുള്ള ഒരുപാട് ഉത്തരവുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഹാക്കിം. പേര് മാത്രമേ അദ്ദേഹത്തിന് ഹാക്കിമുള്ളൂ അല്ലേ? പേര് മാത്രമാണ് ഹാക്കിം, പക്ഷെ ഹിക്കും ഹാക്കിം എന്നൊക്കെ പറഞ്ഞ. അദ്ദേഹത്തിന് മജ്നൂനായ ഹാക്കിം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ആ ആ ഭ്രാന്തനായ ഹാക്കിം. അദ്ദേഹത്തിന്റെ ഉത്തരവിന് ആരെങ്കിലും എതിർത്ത് നിന്നാൽ, അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായിട്ട് നിന്ന ഉടനെ തന്നെ അദ്ദേഹം തലച്ഛേദം ചെയ്യും അല്ലെങ്കിൽ കൊന്നുകളയുകയും ചെയ്യും. അപ്പോൾ ഇബ്നു ഹൈത്തമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നൈൽ നദിയിലെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ വരൾച്ചയും. ഇപ്പോൾ നൈൽ നദിയുടെ ഒരു ഇതൊക്കെ എടുത്തു നോക്കിയാൽ സുഡാൻ്റെ മുകളിൽ നിന്ന് നൈലിന് രണ്ട് ട്രിബ്യൂട്ടറീസ് ആണുള്ളത്, കൈവഴികൾ എന്നല്ല പറയാം. അതെ അതെ. ഒന്ന് വൈറ്റ് നൈലും മറ്റേത് ബ്ലൂ നൈലും. ഈ ഉം ഉം. ബ്ലൂ നൈല് വരുന്നത് സുഡാന്റെ മുകളിൽ നിന്നോ മറ്റോ ആണ്. ആഫ്രിക്കയുടെ ഏകദേശം മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന നദിയാണ് നൈൽ. അതിന്റെ ഒരു വിശാലതയും ആഴവും ഒക്കെ കാരണം മുതലകൾ വരെ, ചീങ്കണ്ണികൾ വരെയുള്ള ഒരു നദിയാണ് നൈൽ എന്ന് പറയുന്നത്. നമ്മളെ ഗംഗയിൽ പോലും ചീങ്കണ്ണി മുതലയൊന്നുമില്ല. അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രയും വലിയ വലുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ചീങ്കണ്ണി മുതലയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏറ്റവും കൂടുതൽ വിശാലമാകുന്നത് കൈറോ നഗരത്തിൽ വെച്ചിട്ടാണ്. കൈറോ നഗരത്തിലേക്ക് വരുമ്പോൾ അത് കടലിനോട് തൊട്ടടുത്ത് കിടക്കുന്നത് കൊണ്ട് മറ്റുമൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ കൈറോയിന് ചുറ്റുപാടുമുള്ള, കൈറോ എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം കൈറോവിൻ്റെ ചുറ്റുഭാഗത്തുള്ള കൃഷിയൊക്കെ നശിക്കും. ആ വർഷം ആളുകൾക്ക് പിന്നീട് ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ കന്നുകാലികൾ, അവരുടെ ആളുകളൊക്കെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന, ഇന്ന് നമ്മൾക്ക് വെള്ളപ്പൊക്കം ഉണ്ടായാൽ തന്നെ കേരളത്തിൽ പോലെയുള്ള നാടുകളിൽ പ്രളയം ഉണ്ടായാൽ തന്നെ എത്ര വലിയ ദുരന്തമാണ് അത് ഉണ്ടാക്കുന്നുള്ളത് നമുക്കറിയാലോ. അത് നമ്മൾക്ക് മുന്നറിയിപ്പ് കിട്ടിയതിന് ശേഷവും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കിട്ടാതെ പെട്ടെന്ന് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം ആളുകൾ മരിക്കും, അത് എത്ര വലിയ പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു നൈൽ നദിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇനി ഒരു വർഷം മഴ പെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൗട്ട് അല്ലെങ്കിൽ വരൾച്ച വരുന്നതിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വരൾച്ച നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഡാം പണിയണമെന്ന് ഹാക്കിം തീരുമാനിച്ചു. പക്ഷെ ഡാം പണിയുന്നതിന് ഒരു എഞ്ചിനീയറും തയ്യാറായിരുന്നില്ല. കാരണം അത്രയും വലിയ നദിയാണ് നൈൽ നദി എന്ന് പറയുന്നത്. വളരെ ആധുനികമായ കാലത്ത് ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പാണ് അസ്വാൻ ഡാം ആണ് ആദ്യമായിട്ട് നൈൽ നദിയിൽ നിർമ്മിക്കപ്പെട്ട ഡാം എന്നാണ്. കൈറോയിലല്ല, കൈറോന്റെ തൊട്ട് മുകളിലായിട്ട്, രാജ്യത്തിന്റെ പേര് ഞാൻ മറന്നത്, അവിടെയാണ് ഒരു ഡാം ഉള്ളത്. അതാ ഈ സംഭവം നടന്ന് 900 വർഷങ്ങൾക്ക് ശേഷമാണ് നൈൽ നദിയിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു ഡാം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈജിപ്തും അതുപോലെ തന്നെ അതിന് മുകളിലുള്ള രാജ്യം ഏതായിരുന്നു, ഈജിപ്തിന് മുകളിലുള്ള രാജ്യം, നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അവരും തമ്മിലും ഒരുപാട് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജുഹൈർ നോക്കണമെന്ന് എനിക്കറിയില്ല. ഈ ഒരു നൈൽ നദിയിൽ ഒരു ഡാം കെട്ടുന്നതിന് വേണ്ടി ഇബ്നുൽ ഹൈത്തമിനെ ഹാക്കിം ക്ഷണിക്കുകയാണ്. ബസറയിലുള്ള ഹാക്കിമിനെ കൈറോയിലേക്ക് ക്ഷണിക്കുന്നു. വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല, എനിക്കതിൻ്റെ എല്ലാ മാത്തമാറ്റിക്സും അറിയാമല്ലോ എന്നുള്ള ഒരു അഭിമാനത്തിൽ, അല്ലെങ്കിൽ കുറച്ച് അൾജീരിയ ആയിട്ടാണോ തർക്കം, അല്ലല്ലോ, വേറെ ഏതോ രാജ്യമായിട്ടാണ് തർക്കം. അത് വേണമെങ്കിൽ ഞാൻ അവസാന ചോദ്യോത്തരത്തിന് സമയത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു മൊറോക്കോ അല്ല, എന്താ പറഞ്ഞെന്ന്, കഥ. ഇത് ഇങ്ങനെ ഹാക്കിമിൻ വിളിച്ച്. ഇങ്ങോട്ട് വിളിച്ചു, കൈറോയിലേക്ക് വിളിച്ചു. അദ്ദേഹം കൈറോയിലേക്ക് വന്ന് അന്നേ വരെ അദ്ദേഹം നൈൽ നദി കണ്ടിട്ടില്ല. അദ്ദേഹം അതിനെക്കുറിച്ചുള്ള ഒരു കേട്ടൊരു അറിവിന്റെ ഒരു അനുഭവത്തിലാണ് അദ്ദേഹം അതിൽ ഇത് അണക്കെട്ട് നിർമ്മിക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് ഒരർത്ഥത്തില് വരുന്നത്. എടുത്തുചാട്ടായിരുന്നു അല്ലേ? ഒരു ഓവർ ഒരർത്ഥത്തിൽ കോൺഫിഡൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കോൺഫിഡൻസ്, അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിലേക്ക് എടുത്തു ചാടിയത്. സുഡാനുമായിട്ടാണ് തർക്കം എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ലിബിയ കുറച്ച് ഓക്കെ. താഴത്തില്ല. ഓക്കെ, അതിലേക്ക് നമുക്ക് പോരാം, നമുക്ക് മുന്നോട്ട് വരാം. പോവാം. ഈ കഥ ഓക്കെ. പറഞ്ഞ് തീർക്കട്ടെ. അപ്പോ അതെ അതെ. അദ്ദേഹം ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് എത്തി. ഖലീഫ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് നൈൽ നദി കാണണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി പ്രത്യേക ചങ്ങാടം ഉണ്ടാക്കി. അദ്ദേഹം നൈൽ നദിയുടെ മുമ്പിൽ എത്തുകയാണ്. നൈൽ നദിയുടെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ ഇതിൽ ഒരു അണക്കെട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അവിടെ വെച്ച് അത് പറഞ്ഞാൽ
ഉടനെ തന്നെ ഖലീഫയുടെ പട്ടാളക്കാർ അദ്ദേഹത്തെ കൊന്നുകളയും. അദ്ദേഹം ഏതായിരുന്നാലും വന്ന സ്ഥിതിക്ക് നൈൽ നദിയിൽ ഒന്ന് ചങ്ങാടത്തിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് അദ്ദേഹം, നമ്മളുടെ ശരീരത്തിൽ ഭ്രാന്തുള്ള ആളുകളെ വധിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ടല്ലോ, അപ്പം അദ്ദേഹം ഭ്രാന്തനായിട്ട് അഭിനയിക്കുകയാണ്. ഇപ്പം ഈ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ആളുകൾ വലിയ ബുദ്ധിമാൻ എന്ന് കരുതി കൊണ്ടുവന്ന ആൾ ഇത്ര എന്താ പറയുക, കുട്ടികളെ പോലെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇവർക്ക് എന്തോ വന്തികേട് തോന്നി. അവരെ ഹാക്കിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹാക്കിമിന് കാര്യം മനസ്സിലായി, ഇദ്ദേഹം വധിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് ഹാക്കിമിന് മനസ്സിലായി. പക്ഷെ തെളിവില്ലാതെ അദ്ദേഹത്തെ വധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും ഭ്രാന്തുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഒരു വീട്ടിൽ ഏകാന്ത തടവിൽ അടക്കുകയാണ്. അവിടേക്ക് വെളിച്ചം വരുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഹോള് മാത്രമാണ് ഉള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കിളിവാതിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏകാന്ത തടവിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ, ഇപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു അനുഭവം നമ്മൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇതുപോലെ ഏകാന്ത തടവിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് സയ്യിദ് കുത്തുബിന്റെ റൂമിലേക്ക് വെളിച്ചം കടത്തിവിടുക. ആഴ്ചയിൽ ഒരു ദിവസം. ആ ദിവസം ആ സെല്ലിലേക്ക് വെളിച്ചം വരുന്ന സമയത്ത് നമ്മളൊക്കെ വെള്ളം വരുമ്പോൾ, ഷവറിന്ന് വെള്ളം വരുമ്പോൾ അതിന്റെ അടിയിൽ നിന്ന് കുളിക്കാൻ വേണ്ടി ശ്രമിക്കൂലേ, അതുപോലെ തൻ്റെ ശരീരത്തിലേക്ക് പ്രകാശമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആ പ്രകാശത്തിൽ കുളിക്കാൻ വേണ്ടി അവരിങ്ങനെ പരസ്പരം ശ്രമിക്കുമായിരുന്നു എന്നുള്ളതാണ് സയ്യിദ് കുത്ത് പറയുന്നത്. അപ്പോൾ ഏകാന്ത തടവ്, അതും ഇരുട്ടറയിലുള്ള തടവ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് വെളിച്ചം വേണം, വെളിച്ചമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസവും അതുപോലെ തന്നെ ഭ്രാന്തോളം വരുന്ന അവസ്ഥകളൊക്കെ എത്തും. അപ്പോൾ ഏതായാലും ഇബ്നുൽ ഹൈത്തമിന്റെ കഥയിലേക്ക് തിരിച്ചു വന്നാൽ, ഇബ്നുൽ ഹൈത്തം ഈ ഏകാന്ത തടവിൽ, പക്ഷെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വെളിച്ചം വരുന്നുണ്ട്. അങ്ങനെ ആ 3-4 വർഷത്തോളം അദ്ദേഹം ആ ഒരു ഏകാന്ത തടവിലായിരുന്നു എന്നാണ് പറയുന്നത്. ആ 3-4 വർഷം മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തൻ്റെ മുറിയുടെ കിളിവാതിലിലൂടെ അകത്തേക്ക് വരുന്ന പ്രകാശത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ നിന്നാണ് ആധുനിക ശാസ്ത്രത്തിലെ ആദ്യത്തെ പൂർണ്ണമായ ശാസ്ത്രീയ ഗ്രന്ഥം എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം പിറക്കുന്നത്. അത് ആ ഒരു ഏകാന്ത തടവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സാധ്യതകളുമില്ലാത്ത, വേറെ ഒന്നും ചെയ്യാനില്ലാത്ത ആ ഒരു ഇരുട്ടറയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ പിറവി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇതിന് ആധുനിക ശാസ്ത്രത്തിന്റെ അടിത്തറയിട്ട പുസ്തകം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, അതിലാണ് ആദ്യമായി ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് ഉപോത്ഭുകമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റുകൾ ഉണ്ടാവണം എന്ന് ആദ്യമായിട്ട് നിഷ്കർഷിച്ചിട്ടുള്ളത് ഇബ്നുൽ ഹൈത്തം എഴുതിയിട്ടുള്ള ഈ ഒരു പുസ്തകത്തിലാണ്. 7 വോള്യമുള്ള ആ പുസ്തകത്തിന്റെ പേര് കിതാബുൽ മനാലിർ എന്നാണ്. അദ്ദേഹം അത് എഴുതി 1015 അത് പൂർത്തിയാക്കുന്നത്. കൃത്യം 1000 വർഷം കഴിഞ്ഞപ്പോൾ 2015 ഈ പുസ്തക ശാസ്ത്രലോകത്തുണ്ടാക്കിയ മാറ്റം അതിനെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി 2015 യുനെസ്കോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് ആയിട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാം. കാണുന്നുണ്ട്. അത് 2015 ഇന്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് എന്ന പേരിൽ ഐക്യരാഷ്ട്രസഭ ഈ സംഭവം പ്രഖ്യാപിക്കുകയും അതിന്റെ ലോഗോയാണ് സ്ക്രീനിൽ കാണുന്നത്. അവിടെ അതിന്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നത് ഇബ്നു ഹൈസമിനെ കുറിച്ചാണ്. ഇബ്നു ഹൈസം അദ്ദേഹത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഈ കിതാബുൽ മനാസിർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ബുക്ക് ഓഫ് ഓപ്റ്റിക്സിന്റെ അതിന്റെ കവർ ചിത്രമാണിത്. ഈ ബുക്ക് ഓഫ് ഓപ്റ്റിക്സിന്റെ 1000 വർഷം പ്രമാണിച്ചിട്ടാണ് ഐക്യരാഷ്ട്രസഭ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ഇത് ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയൊരു ക്യാമ്പയിനായിട്ട് നടത്തുകയും ചെയ്തത്. ഇത് ചരിത്രത്തിലെ വലിയൊരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഗ്രീക്ക് ശാസ്ത്രം എന്ന് പറയുന്നത് കണ്ണിൽ നിന്ന് പ്രകാശരശ്മി പുറപ്പെട്ട് ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുമ്പോഴാണ് കാണുന്നതെന്ന് ഗ്രീക്കുകാർ പറഞ്ഞു. അത് ലോകം മൊത്തം വിശ്വസിച്ചു. അതിന് കാരണം ഗ്രീക്കുകാർ പരീക്ഷണമല്ല, നമ്മളുടെ ചിന്തകളാണ് ശാസ്ത്രം എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. പരീക്ഷണമല്ല, നമ്മളുടെ ചിന്തകളിലൂടെ നമ്മൾ കണ്ടെത്തുന്നതാണ് ശാസ്ത്രം എന്നുള്ളതാണ് ഗ്രീക്കുകാര് മനസ്സിലാക്കിയിരുന്നത്. അതിന് വിരുദ്ധമായി നോക്കിക്കഴിഞ്ഞാലേ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് ഇവിടെ കാണാൻ കഴിയും. ആ ഒരു ഹോളിലൂടെ അവിടുത്തെ പള്ളി തലകീഴായിട്ട് ആ റൂമിൽ പ്രതിഫലിപ്പിക്കൽ നിന്ന് ആണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷയത്തിലുള്ള
തോട്ട് ഇത് പ്രോസസ് അതിൽ ആരംഭിക്കുന്നത്. ഒരു പരീക്ഷണം മാത്രമാണ്. ഇതിനെ ക്യാമറ ഒബ്സ്ക്യൂറ, ഇരുട്ടുമുറിയിലെ ഇതെന്നാണ് പറയാ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ക്യാമറ ഒബ്സ്ക്യൂറയുടെ അടിസ്ഥാനത്തിലാണ് പിൻഹോൾ ക്യാമറ എന്ന് പറയുന്ന ക്യാമറ ഉണ്ടാകുന്നത്. അതാണ് ആധുനിക ക്യാമറകളുടെ അടിസ്ഥാനമായിട്ട് വർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ക്യാമറ യഥാർത്ഥത്തിൽ ക്യാമറന്റെ ഒരു സയൻസ് തുടങ്ങുന്നത് ഇബ്നുൽ ഹൈത്തമിന്റെ ആ ഒരു അല്ലേ അസിലെ, ഞാനൊരു ഇടയ്ക്ക് ആയിട്ട് ഒരു സാധനങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് ഒരു ചോദ്യം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റുമോ? കമ്പ്യൂട്ടറുടെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ? പെട്ടെന്ന് ഒന്ന് ചാറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിനോട് കഴിഞ്ഞിട്ട് ഞാൻ അതിനൊരു ചെറിയൊരു പ്രതികരണം രേഖപ്പെടുത്താം. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ അതുപോലെ തന്നെ റേഡിയോയുടെ പിതാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും എന്ത്? മാർക്കോണി. യെസ് യെസ്. അതുപോലെ തന്നെ നമുക്ക് ടിവിയുടെ പിതാവ് എന്ന് നോക്കുമ്പോൾ ജോൺ ബോയഡിന്റെ പേര് വരും. ടെലിഫോണിന്റെ പിതാവ് എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആര് വരും? യെസ്, ഗ്രഹാം ബെൽ എന്ന് വരും. എന്നാൽ ക്യാമറയുടെ പിതാവ്, ക്യാമറയുടെ ടെക്നോളജിയുടെ പിതാവ് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ പേരാണ് മനസ്സിൽ വരിക? റിയൽ പറയണം. ഒരു റിയാലിറ്റിയാണ് ചോദിക്കുന്നത്. നിങ്ങളെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ആരെ പേരായിരിക്കും വരിക? ഒരുപക്ഷെ ആ ഒരു പേര് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടാവില്ല. ആക്ച്വലി അത് നമ്മളിപ്പോ പറയുന്നതാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇബ്നു ഹൈസം. പക്ഷേ ക്യാമറ എന്ന് പറയുന്ന ടെക്നോളജിയുടെ പിതാവ്, ദ ഫാദർ ഓഫ് ഒപ്റ്റിക്സ് എന്ന രീതിയിൽ തന്നെ പലപ്പോഴും ഇദ്ദേഹത്തെ വേണ്ട രീതിയിൽ മാർക്ക് ചെയ്യുന്നില്ല എന്നതിന്റെ ഒരുപാട് ഉദാഹരണമാണ്. ഈ ഫിസിക്സിൽ തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോയവർക്ക് പോലും പലർക്കും ഇബ്നു ഹൈസമിനെ കുറിച്ച് അത്രത്തോളം ഡെപ്തിൽ അറിയാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു സംഗതി കൂടി സൂചിപ്പിക്കുകയാണ്. ആക്ച്വലി ഫാദർ ഓഫ് ഒപ്റ്റിക്സ് എന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും എത്തുക ഇബ്നു ഹൈസമിലേക്കായിരിക്കും. ഓക്കെ ഓക്കെ. സാധാരണ നമ്മൾ ക്വിസ് കോമ്പറ്റീഷനിലും അല്ലെങ്കിൽ ഇങ്ങനെ 10ാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ, സയൻസ് പുസ്തകങ്ങളും ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ സാധാരണ വരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ സുഹൈർ പറഞ്ഞതുപോലെ ഇതിന്റെ പിതാവ് ആരാണ്, അതിന്റെ പിതാവ് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. യഥാർത്ഥത്തിൽ സയന്റിസ്റ്റുകളോട് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അവർ പറയാം അതിന് പിതാവില്ല എന്ന് പറയാം. സയൻസ് ഹാസ് നോ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്, ഇറ്റ് ഈസ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ബൈ മെനി പീപ്പിൾ. ഒരാൾ ഒറ്റയ്ക്ക്, ഇപ്പോൾ നമ്മൾക്ക് ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഗ്രഹാം ബെല്ലിന് അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റനേക സയന്റിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒപ്റ്റിക്സിന്റെ ഒരു പിതാവായിട്ട് ഇബ്നു ഹൈത്തമിൻ്റെതല്ല, അല്ലാതെ പറയാറുള്ളത് ന്യൂട്ടനെ കുറിച്ചാണ്. പക്ഷെ ന്യൂട്ടൺ അതിനെ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ മാത്രമാണ്. ന്യൂട്ടൺ തന്നെ പറയുന്നത്, ഞാൻ എൻ്റെ മുന്നിലുണ്ടായിരുന്ന, എൻ്റെ മുന്നേ കടന്നുപോയ ആളുകളുടെ തോളിലിരുന്ന് നോക്കിയത് കൊണ്ട് മാത്രമാണ് ഇത്രയും എനിക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് ന്യൂട്ടൺ തന്നെ പറയുന്നത്. അപ്പൊ ഈ ഫാദർ മദർ അല്ലെങ്കിൽ ഇയാളാണ് കണ്ടുപിടിച്ചത്, അയാളാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ വല്ലാതെ ലളിതവൽക്കരിക്കുകയാണ്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ സയൻസിന്റെ ഒരു ഫ്ലോ എന്ന് മാത്രം അതിനോട് ഒരു ജസ്റ്റ് ഒരു പിന്നെ സാധാരണ നമ്മൾ പ്രകാശത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കാത്തൊരു സാധനമാണ് വൈദ്യുതി. വൈദ്യുതി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് കറണ്ട്, ലൈറ്റ് കത്താനൊക്കെ ഉപയോഗിക്കുന്ന കറണ്ടാണ്. അതുപോലെ മാഗ്നറ്റിസം, എന്തെങ്കിലും കാന്തിക തലം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാന്തങ്ങളാണ് ഓർമ്മ വരിക. പക്ഷെ ഈ രണ്ട് സ്വഭാവവും ലൈറ്റിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അസീലെ ഒന്ന് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, സമയം കുറവായത് കാരണം. അപ്പൊ ഒന്ന് ആയിക്കോട്ടെ സ്പീഡിലേക്ക് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. പ്രകാശത്തിന് ഈ രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന്, അതിന് കാന്തിക സ്വഭാവമുണ്ട്. രണ്ടാമത്തത് അതിന് വൈദ്യുതിയുടെ സ്വഭാവമുണ്ട്. യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ നമ്മൾ തരംഗ സ്വഭാവം എന്ന് പറഞ്ഞില്ലേ, ഇത് രണ്ടും ഉന്നതിയും താഴ്ചയും അത് വൈദ്യുതിയുടെ സ്വഭാവത്തിനുമുണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി മണ്ഡലത്തിനും ആ ഒരു ഉന്നതിയും താഴ്ചയുണ്ട്. അതുപോലെ തന്നെ കാന്തിക മണ്ഡലത്തിനും ആ ഉന്നതിയും താഴ്ചയുണ്ട്. ഇത് രണ്ടും പരസ്പരം ലംബമായിട്ടും ഉണ്ടാവാം. ഇത് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഈ 3D ക്യാമറകളില്ലേ, 3D പിക്ചറുകളും ഇതൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾക്ക് രണ്ട് കണ്ണട തരും അല്ലേ. അതിൽ ഓരോ രണ്ട് കണ്ണടൻ്റെയും ഒരു കണ്ണടയിൽ ഒരു പോളറൈസേഷനും മറ്റത്തിൽ വേറൊരു പോളറൈസേഷനാണ് ഉപയോഗിക്കുക. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ വരുന്ന വൈദ്യുത മണ്ഡലത്തെ ഒരു
ലൈനിൽ മാത്രം ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മൾ 3D സിനിമകളും വീഡിയോസും ഒക്കെ കാണാറുള്ളത്. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് ജസ്റ്റ് അടുത്തതിലേക്ക്, ഇനി എന്താണ് യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ സ്വഭാവം എന്നുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രകാശത്തിനെ കുറിച്ച് ആദ്യം ന്യൂട്ടൺ പറഞ്ഞത് അത് കണികകളുടെ ഒരു പ്രവാഹമാണെന്നുള്ളതാണ്. പിന്നീട് ഹൈജൻസും അതുപോലെ തോമസ് യുങ്ങും ഒക്കെ അതിനെ തരംഗ സ്വഭാവമുണ്ട് എന്നും പറഞ്ഞു. പക്ഷെ ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ രണ്ട് സ്വഭാവവും ഒരേ സമയത്ത് ആർക്കുണ്ട്? ലൈറ്റിനുണ്ട്. അത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആള് എന്ന് പറയുന്നത് ഹെൻറിച്ച് ഹേർട്സ് ആണ്. പക്ഷെ അതിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഐൻസ്റ്റൈൻ ആണ്. 1905 ഐൻസ്റ്റൈൻ ലൈറ്റിന് ഈ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ എഴുതണം. അതിനാണ് ഐൻസ്റ്റൈനെ നോബൽ സമ്മാനം ലഭിക്കുക. നോബൽ സമ്മാനം ഐൻസ്റ്റൈന് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റിക്കോ തിയറിക്കോ എന്നല്ല, പ്രകാശം എന്താണ്, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ലൈറ്റിൽ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, റെഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് പൊട്ടാസ്യത്തിൻ്റെ ഒരു മെറ്റലാണ്. അതിലേക്ക് റെഡ് ലൈറ്റ് വരുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ യെല്ലോ ലൈറ്റ് വരുമ്പോൾ അവിടെ കുറച്ച് ഇലക്ട്രോണുകൾ ഇങ്ങനെ ആ മെറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ അത് ദൂരത്തേക്ക് പോകുന്നില്ല. എന്നാൽ ബ്ലൂ ലൈറ്റ് വരുമ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോകുന്ന ഇലക്ട്രോണുകൾ ഇങ്ങനെ ചുറ്റിലേക്കും പറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവമാണ് നമ്മൾ സോളാർ സെല്ലുകളിലും അതുപോലെ നമ്മൾ സോളാർ പാനലിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ലൈറ്റിലെ ബ്ലൂ ലൈറ്റ് വരുമ്പോൾ, ബ്ലൂ ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് അതിന് എനർജി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രോണുകളെ ഈ മെറ്റലുകളിൽ നിന്നും ഇജക്റ്റ് ചെയ്യാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് ഒരു പാർട്ടിക്കിളാണ്. ഒരു പാർട്ടിക്കിളിനെ എങ്ങനെയാണ് ഒരു തരംഗത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതും മറ്റുമൊക്കെ 20ാം നൂറ്റാണ്ട് തുടങ്ങുന്ന സമയത്ത് ശാസ്ത്രലോകത്തുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളായിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാം മറുപടി ആയിക്കൊണ്ട് അവസാനം സയൻസ് പറയുന്നത് പ്രകാശത്തിന് ഒരേ സമയത്ത് തരംഗത്തിൻ്റെയും അതുപോലെ തന്നെ കണികകളുടെയും സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രകാശം, നമ്മൾ കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾക്കിവിടെ അടിയിലൊരു ഒരു സ്പെക്ട്രം കാണുന്നില്ലേ? അതിന് ഇത്രയും സ്ഥലത്തുള്ള പ്രകാശം മാത്രമേ മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം അത് മാത്രമാണ് പ്രകാശം എന്നുള്ളതല്ല. അതല്ലാത്ത പ്രകാശവും നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത്തിലുമുള്ള പ്രകാശം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ദൈർഘ്യം കൂടിയ പ്രകാശത്തിന് നമ്മൾ റേഡിയോ വേവ്സ് എന്ന് പറയും. മറ്റൊന്നിന് അതിൽ കുറച്ച് കുറവുള്ളതിന് മൈക്രോവേവ് എന്ന് പറയും. റെഡിൻ്റെ, നമ്മൾ കാണുന്ന പ്രകാശം ഉണ്ടല്ലോ റെഡ്, അതിന് തൊട്ട് മുകളിലുള്ള വേവ് ലെങ്ത് ഉള്ളതിനാണ് നമ്മൾ ഇൻഫ്രാറെഡ് എന്ന് പറയുക. പിന്നെ വിസിബിൾ ലൈറ്റ്, അതുപോലെ അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ, ഇത് എന്നൊക്കെ പറയുന്നത് പ്രകാശം തന്നെയാണ്. പ്രകാശത്തിന്റെ സ്വഭാവം തന്നെയാണ് അതിനുള്ളത്. പക്ഷെ അതിനെ തിരിച്ചറിയാനോ സ്വീകരിക്കാനോ നമ്മളുടെ കണ്ണുകൾക്ക് കഴിവില്ല എന്ന് മാത്രമേ ഉള്ളൂ. റേഡിയോ വേവ്സ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. റഡാറിലും സെൽഫോണിലും, നമ്മൾ ലൈബ്രറികളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ സ്കാനറുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് ആണ്. അതുപോലെ മൈക്രോവേവ്സ് നമ്മൾ ടെലിവിഷനിലും മൈക്രോവേവ് ഓവനിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്, നമ്മൾ സമയമില്ലാത്തതാണ്. ഇൻഫ്രാറെഡ് നമ്മൾ റിമോട്ട് കൺട്രോൾ ഇല്ലേ, നമ്മൾ AC ഓൺ ആക്കാൻ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള റിമോട്ടുകൾ, സെൻസറുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ലൈറ്റുകളാണ്. അതുപോലെ വിസിബിൾ ലൈറ്റാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ എന്ന് പറയുന്നത്. അൾട്രാ വയലറ്റ് ലൈറ്റുകൾ നമ്മൾ ഇപ്പോൾ ഫിൽറ്ററുകളൊക്കെ പുറത്ത്, നമ്മൾ കേരളത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, പുറത്ത് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ വെള്ളത്തിന് ശുദ്ധീകരിക്കാൻ വേണ്ടി അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിക്കാറുണ്ട്. എക്സ്റേ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുള്ള നമ്മൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗാമാറേ, ഈ ഫുഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് റേഡിയേറ്റ് ചെയ്യാൻ, ഭൂമിക്ക് അടിയിലൂടെ കടന്നു പോകുന്ന പൈപ്പുകളിൽ വിള്ളലുകൾ ഉണ്ടോ എന്നറിയാൻ ഇതിനൊക്കെ ഗാമാറേ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ലൈറ്റിൻ്റെ തന്നെ മറ്റ് വിവിധ രൂപങ്ങളാണ്. ഞാൻ അവസാനമായിട്ട് സൂചിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കണ്ണിന് ലൈറ്റ് സ്വീകരിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ ശരീരത്തിന് ലൈറ്റിന് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് നമ്മളെ ശരീരം ലൈറ്റിനെ ഇജക്റ്റ് ചെയ്യുന്നത്. ഇത് പിടിച്ചെടുക്കുന്ന ക്യാമറകളാണ് IR ക്യാമറകൾ, ഇൻഫ്രാറെഡ് ക്യാമറകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ സൂര്യൻ എങ്ങനെയാണോ പ്രകാശം പുറത്തേക്ക് വിടുന്നത്, അതുപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ താപം കാരണം നമ്മളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ലൈറ്റിനെയാണ്, ഇൻഫ്രാറെഡ് റീജിയനിലാണ് ആ ലൈറ്റുള്ളത്. അത് പിടിച്ചെടുത്തിട്ട് പ്രവർത്തിക്കുന്ന ക്യാമറകളുണ്ട്.
അതുപോലെ അവസാനമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ലൈറ്റ്, നമ്മൾക്ക് നക്ഷത്രങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഭൂതകാലത്തിലേക്കുള്ള, നമ്മളുടെ പാസ്റ്റിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ഒരു ടെലസ്കോപ്പ് ആണെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചന്ദ്രന്റെയും അതുപോലെ തന്നെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിന്റെയും ചിത്രങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശം എന്ന് പറയുന്നത് 1.3 സെക്കൻഡ്സ് മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ അതിന്റെ തൊട്ട് മുകളിലുള്ള, അതിൽ നിങ്ങൾക്ക് കാണുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം എന്ന് പറയുന്നത് 440 വർഷം മുമ്പ് പുറപ്പെട്ട പ്രകാശമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അഥവാ 1586 ആ നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പ്രകാശത്തെ നമ്മൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത്രയും വിദൂരതയിലാണ് ആ നക്ഷത്രങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് ഇന്നത്തെ പ്രകാശമല്ല, എന്നോ വേറെ ഏതോ നക്ഷത്രങ്ങളിൽ നിന്ന് വന്ന പ്രകാശത്തെ നമ്മൾക്ക് ഒരു അർദ്ധരാത്രിയിൽ ആകാശത്തേക്ക് കണ്ണും നോക്കിയിരുന്നാൽ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് മാത്രം ഇതില് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ക്ലാരിറ്റി വരുത്താനേ, ഇപ്പൊ ആ അതായത് നേരത്തെ പറഞ്ഞ 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കും അല്ലെ? ആ അപ്പൊ അതായത് പ്രകാശം സഞ്ചരിക്കുന്ന ഒരു ദൂരം അല്ലെങ്കിൽ വേഗതയാണ് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഒരു മിനിറ്റിൽ എന്ത് ചെയ്യും, ഇൻറ്റു 60, ഒരു മണിക്കൂറിൽ ഇൻറ്റു പിന്നെ 60 മാറും. ഒരു ദിവസമാകുമ്പോ ഇൻറ്റു 24, ഒരു വർഷമാകുമ്പോ ഇൻറ്റു 365 അല്ലേ? അപ്പൊ അത് അഥവാ കണക്കൂട്ടി 9 നോക്കുക. ഇൻറ്റു 10⁹ അപ്പൊ ക്രോർ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആണ് സൂര്യൻ എന്ന് ഒരു പറയുന്ന പ്രകാശവർഷം എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ആണ് ഏകദേശം ഭൂമിയിലേക്കുള്ള ദൂരം. അത് അതെ സഞ്ചരിക്കാൻ 8 മിനിറ്റ് സമയം എടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് അതെ സെക്കൻഡിൽ 3 ലക്ഷം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 മിനിറ്റ് ആണ് സൂര്യനിൽ നിന്ന് ഇവിടെ എത്താനുള്ള ടൈം. അങ്ങനെയെങ്കിൽ 8 മിനിറ്റ് പുറപ്പെട്ട ഒരു സൂര്യപ്രകാശമാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. അപ്പൊ പിന്നെ അത് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റ് നക്ഷത്രങ്ങള്, ഈ പ്രകാശവർഷം അപ്പുറത്തുള്ള നക്ഷത്രങ്ങളൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അതായത് ഇപ്പോ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കത്തിൽ കാണുന്ന നക്ഷത്രമാണ് സിറിയസ്. ആ സിറിയസ് എന്ന് പറയുന്നത് ഏകദേശം 8.5 പ്രകാശവർഷം അപ്പുറത്താണ്. അപ്പോൾ 8.5 പ്രകാശവർഷം അപ്പുറത്തുള്ള ഒരു നക്ഷത്രമാണ് സിറിയസ്. നമ്മൾ കാണുന്ന 8 വർഷം മുമ്പേ പുറപ്പെട്ടതാണ്. അതായത് 2018 അല്ലെങ്കിൽ പിന്നെ 8 വർഷം മുമ്പ് പുറപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇന്ന് പുറപ്പെട്ടത് 8 വർഷം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. അപ്പൊ ഇനി ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ അപ്പുറത്തുള്ള നക്ഷത്രങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രപഞ്ചം എത്രത്തോളം വിശാലമാണ്, എത്രത്തോളം അത്ഭുതകരമാണ് ആ പ്രപഞ്ചത്തിലെ പ്രകാശത്തിന്റെ ആ ഒരു യാത്ര എന്നുള്ളത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു തസ്ബീഹും തഹ്ലീലും തഹ്മീദൊക്കെ വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഒന്ന് ഒരു ചാറ്റ് ചെയ്യാം. ഇപ്പൊ ആള് നിങ്ങളെ ഒരു മനസ്സിൽ ജസ്റ്റ് ഒരു കറക്ഷൻ പറഞ്ഞിരുന്നു, അത് ശരിയാണ്. വാക്കത്തിലുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് 3 ലക്ഷം കിലോമീറ്റർ, അല്ലെങ്കിൽ 2.9997 ഇൻറ്റു 10⁸ എന്ന് പറയുന്നത്. എയറിൽ അത് കുറച്ച് കുറവാണ്, എന്നാലും വലിയ കുറവൊന്നും അല്ല. ബാക്കി ഓക്കെ, മീഡിയത്തിലൊക്കെയാണ് അത് കുറവ്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. സാധാരണ ഞങ്ങൾ ഇങ്ങനെ സയൻസിന്റെ ട്രെയിനിങ് സെഷനിലും മറ്റൊക്കെ പറയാറുള്ളത്, നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയല്ല വേണ്ടത്, ഉത്തരങ്ങളെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ പഠിച്ചു വരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ചോദ്യം ഉണ്ടാവും, അതിന് നമ്മളിങ്ങനെ ഉത്തരം പറയുന്ന ഒരു സിസ്റ്റമാണ്. അതല്ല യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത്. മുൻപ് ആരെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ഉത്തരം എന്തുകൊണ്ട് ആ ഉത്തരം ശരിയാണ്, അല്ലെങ്കിൽ എങ്ങനെ അത് തെറ്റാണെന്ന് തെളിയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ ഒരു അല്ലാത്ത ക്രിട്ടിക്കൽ എന്ത് നിങ്ങൾ മൈൻഡ് സെറ്റ് കേട്ടാലും, ഉണ്ടാവണം അല്ലെ? ക്രിട്ടിക്കൽ ഖുർആൻ തിങ്കിങ്. അല്ലാത്ത എന്ത് നിങ്ങൾ കേട്ടാലും അത് വിശ്വസിക്കുക എന്നുള്ള ബാധ്യത നിങ്ങൾക്കില്ല. അത് ശരിയല്ല എന്നുള്ള, ശരിയാവില്ല എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് വേണം അതിന് സ്വീകരിക്കാൻ. പ്രത്യേകിച്ചും AI ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ AI ഒക്കെ വെച്ച് ഒരുപാട് ഡാറ്റകൾ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾക്ക് ശരിയാണ് എന്ന് വിശ്വസിച്ചു പോകുന്ന അർത്ഥത്തിൽ അതിനുള്ള തെളിവുകളൊക്കെ കൊണ്ടുവരും. പക്ഷെ എന്നാലും നമ്മൾ അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ സ്വയം ആലോചിച്ച് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളത് ഒരു ഒരു അഡ്വൈസ് അല്ല, ഫൈനൽ മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നില്ലേ? മെസ്സേജ് ഓക്കെ, ആയിട്ട് നമ്മൾ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. 10:30 ഇനി നമ്മള് അവിടെ വീണ്ടും ബാക്കിയുണ്ട്. നമ്മളെ കളർ എങ്ങനെ കാണുന്നു, നമ്മളിങ്ങനെ ഒരു ഹുക്ക് കൊടുത്തിരുന്നു. ഇപ്പൊ നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പച്ചയും ചുവപ്പും നീലയാണല്ലോ. പക്ഷെ ഈ ഓക്കെ. പച്ചയും ചുവപ്പും നൂലയും കൂടിച്ചേർന്ന വെള്ള ആവും നമ്മൾ എവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പെയിന്റ് 3 കളറും കൂട്ടിച്ചേർന്ന കറുപ്പാണ് ആ കിട്ടുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള കുറെ ശാസ്ത്രവും കൗതുകങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ കളറുകൾ തിരിച്ചറിയുന്നു, രൂപപ്പെടുന്നു. സത്യത്തിൽ നമ്മൾ കാണുന്ന ഇപ്പൊ ഒരു ഗ്രീൻ സംഭവം നിങ്ങൾ കാണുന്നുണ്ടാവും. സത്യത്തിൽ ഇത് ഗ്രീൻ തന്നെയാണോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു കൗതുകകരമായിട്ടുള്ള വിജ്ഞാനമാണ്. അപ്പൊ ഏതാണെങ്കിലും നമ്മുടെ പഠനയാത്ര അവസാനിക്കുന്നില്ല.
തുടർന്നും നമുക്ക് കൗതുകരമായിട്ടുള്ള പുതിയ അറിവുകളിലൂടെ നമുക്ക് യാത്ര പോകാം. ഈ വളരെ നന്നായിട്ട് ഈ വിഷയത്തെ നിങ്ങളിലേക്ക് എത്തിച്ച ഡോക്ടർ അസീലിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇന്നിപ്പോ ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആളുകൾ കുറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ച് തുടക്കം മുതൽ അവസാനം വരെ ആ 220 ആളുകൾ ക്ലാസ്സിൽ ലൈവായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത്. എന്താണെങ്കിലും എല്ലാവരും കൂടുതൽ ആവേശത്തിൽ തങ്ങളുടെ പഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിവരങ്ങളും ഒക്കെ ഇതിൽ ഉണ്ടാവാം. എന്നാൽ പോലും നമ്മൾ ആ ഒരു സംഗതി കൂടുതൽ നമ്മുടെ പഠനത്തിനും അന്വേഷണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ഓരോ വാക്കുകളും. തീർച്ചയായും നിങ്ങൾക്ക് അർത്ഥത്തിൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിലുള്ള ടൈമും കൂടി ജസ്റ്റ് ഒന്ന് അനുവദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ.